ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനുമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ഈ കാണുന്ന പൊടി എന്ന് പറയുന്നത് നമുക്ക് ഔഷധ ഗുണമുള്ള ഒരു പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ചുമ വരുമ്പോഴും കഫക്കെട്ടുള്ളപ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള ഒരു പൊടിയാണ്. ഒരു ഔഷധക്കൂട്ടെന്ന് പറയാം കേട്ടോ. ഇത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ കഫക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. മെയിനായിട്ട് കഫക്കെട്ടിനെ കുറയ്ക്കാൻ നമുക്ക് ചുമ വരുമ്പോഴും എന്താ പറയേണ്ടത്, നമ്മുടെ നെഞ്ചിലിങ്ങനെ കെട്ടിക്കിടക്കുന്ന കഫങ്ങളൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ഒരുപാട് ചുമച്ചിട്ട് പോലും പോകാത്ത കഫമൊക്കെ ഇതൊരു സ്പൂണ് കഴിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കഫക്കെട്ടിനെ കുറയ്ക്കാം, ചുമയെ കുറയ്ക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ഇതേണ്ട ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം. എങ്കിലും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ പനക്കൽക്കണ്ടമാണ്. ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ ഞാൻ വാങ്ങിച്ചതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കിനകത്തൊക്കെ നമ്മൾ വെള്ളക്കൽക്കണ്ടത്തിന് പകരം നമ്മൾ പനക്കൽക്കണ്ടം ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കഫക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം പനക്കൽക്കണ്ടം നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങണം. കുരുമുളക് നമ്മുടെ വീട്ടിൽ കാണും, കുരുമുളക്. പിന്നെ നമുക്ക് ചുക്ക് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങണമേ. ചുക്ക് നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ചുക്കിൻ്റെ ആയാലും പനക്കൽക്കണ്ടത്തിൻ്റെ ആയാലും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകം നമുക്ക് അടുക്കളയിൽ കിട്ടും. മഞ്ഞൾപ്പൊടി നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞളായാലും മതി കേട്ടോ. നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഡോക്ടർമാർ പറയത്തില്ലായിരുന്നു പ്രതിരോധശേഷി കൂട്ടാൻ ഏറ്റവും നല്ലത് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന്. അപ്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഈ കാണിക്കുന്ന അയമോദകമാണ്. അയമോദകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ദഹനത്തിനും നമ്മൾ ചുമയ്ക്കും പനിക്കും ജലദോഷത്തിനും എല്ലാത്തിനും നല്ല ബെസ്റ്റാണ് നമ്മൾ അയമോദകം. ആയുർവേദത്തിന് നല്ലൊരു കൂട്ടാണ് അയമോദകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിനകത്ത് ഏറ്റവും പാട് ചുക്ക് നമ്മൾ ഒന്നുകിൽ ഞാനിവിടെ പിച്ചാത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് നമ്മൾ ഒന്ന് ചതച്ചിട്ട് പൊടിക്കാനിടാം. അതും അല്ലെങ്കിൽ നമ്മുടെ അരകല്ലിൻ്റെ കുഴവിയുണ്ടല്ലോ, അത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചതച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. നമ്മൾ നേരിട്ടിട്ട് പൊടിച്ചാൽ മിക്സിയുടെ ജാറ് ചീത്തയായിപ്പോകും കേട്ടോ. ഞാനപ്പോൾ ചെറിയ തോതിൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളും പനക്കൽക്കണ്ടമായാലും കുരുമുളകായാലും ജീരകമായാലും എല്ലാം സെപ്പറേറ്റ് പൊടിച്ച് അരിച്ചെടുക്കണേ. ഇതെല്ലാം നമ്മൾ ഈ പൊടിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അരിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരുമിച്ചിട്ടാണ്, കാരണം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കുഞ്ഞിന് നല്ല കഫക്കെട്ടുണ്ട്, ചുമയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് റെഡിയാക്കിയാൽ അപ്പോൾ ഒരു വീഡിയോ ആവും, നമുക്ക് കഴിക്കുകയും ചെയ്യാം. കുഞ്ഞു മുതൽ വലിയവർക്ക് വരെ കഴിക്കാം കേട്ടോ. നമ്മൾ ചുമ്മാ ഒന്ന് കാർക്കിക്കത്തില്ലേ, അപ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നമ്മളിത് കഴിച്ചാൽ ഉള്ള കഫം അലിഞ്ഞ് ഇല്ലാതാവുന്ന നല്ലൊരു ഔഷധ പൊടിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്ത് ഇടുന്നെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് മിക്സ് ചെയ്യുക. അതല്ല നേരിട്ട് ഇത് നമ്മൾ ഇതിനകത്തിട്ട് പൊടിച്ചാൽ ഒന്നുകൂടെ മിക്സായി കിട്ടും കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണേ. നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിലൊരു ടിന്നിൽ ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും 1 സ്പൂണോ 1/2 സ്പൂണോ, കുഞ്ഞുങ്ങൾക്കൊക്കെ 1/2 സ്പൂൺ കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പൊടിയണം കേട്ടോ. ഒരു ശകലവും കൂടെ ഒന്ന് പൊടിയാനുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് നല്ല ഉണങ്ങി ഒരു ടിന്നിനകത്തിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഒരു മരുന്നെന്ന രീതിയിൽ നമുക്കിതൊരു 1/2 സ്പൂണോ 1 സ്പൂണോ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തൊണ്ടയ്ക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങരുത്. ഇത് നമ്മൾ അലിയിച്ച് വേണം കഴിക്കാൻ. തൊണ്ടയ്ക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം നമ്മളിതൊന്ന് അരിച്ചെടുക്കുവാണേ. നല്ലൊരു അരിപ്പയ്ക്കകത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഹോം റെമഡി എന്ന് പറയുന്ന പോലെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇത് ചെയ്തിട്ട് നമുക്ക് പിന്നെ പതിയെ കുറവില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. ഇത് കുറയും. ഇത് 101% വർക്കിംഗായ നല്ലൊരു ആയുർവേദ കൂട്ടാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 1/2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് 1 സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ അറിയാവുന്ന വ്യക്തികൾക്ക് അറിയാം ഈ ഒരു കൂട്ടിൻ്റെ ഒരു
ഗുണമെന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഞാനിപ്പോൾ ഇവിടെ ഒരു ടിന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തോട്ട് ഇട്ട് വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഇവിടെ നമുക്കും എല്ലാവർക്കും കഴിക്കാം. കുഞ്ഞിന് ചെറിയൊരു കഫക്കെട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചതൊരു വീഡിയോയും കൂടെ ആക്കാമെന്ന്. ഇതിപ്പോൾ ഇട്ട് നമ്മൾ കഴിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഇത് ഒരു ഉപയോഗമുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും അവരവരുടെ വീഡിയോകൾ വലിയ റേറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ പനക്കൽക്കണ്ടവും അയമോദവും കൂടെ 50 ഗ്രാം വെച്ചിട്ട് എനിക്ക് 20 രൂപ എങ്ങാണ്ടേ ആയിട്ടുള്ളൂ, 25 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയപ്പോഴേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ച് നമുക്കൊരു ഗുണമുള്ള ഒരു സാധനമാണ് ഇത്. ചുമയും തുമ്മലും ഒക്കെ ഉള്ളപ്പോഴും നമ്മുടെ കഫക്കെട്ടുള്ളപ്പോഴും ഒക്കെ നമുക്ക് 1/2 സ്പൂണോ 1 സ്പൂണോ വെച്ചിട്ട് കഴിക്കാം. പെട്ടെന്ന് മാറിക്കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ ഉപയോഗപ്രദമായ ഈ വീഡിയോ എല്ലാവരോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.